ഇവരെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണലേ ഉള്ളൂ കേട്ടോ. ഇന്ന് വരെ നമ്മൾ നേരിട്ട് കാണാൻ പോവാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അസ്സലാമു അലൈക്കും, നമസ്കാരം കൂട്ടുകാരെ. ചെടികളെയും പൂക്കളെയും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഫാത്തിമ സിയമ്മ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് പോവാണ് കേട്ടോ. എങ്ങോട്ടെന്ന് അറിയാം, നമ്മൾ പെരിന്തൽമണ്ണക്കാണ് കേട്ടോ പോണത്. പെരിന്തൽമണ്ണ കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബേഴ്സിൻ്റെ ഒരു മീറ്റപ്പ് ഉണ്ട്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോവാണ്. അതിൽ എന്താ പറയുക, യൂട്യൂബിൽ പ്രശസ്തരായ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇങ്ങൾക്കൊക്കെ ഓലെ കാണുകയും നമ്മളെ വീഡിയോസിലൂടെ നമ്മളെ കാണുകയും ഒക്കെ ചെയ്യട്ടോ. അതിൻ്റെ ഒക്കെ നമ്മളും പറഞ്ഞ പോലെ തന്നെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഓരോക്കെ നേരിട്ട് കണ്ട് ഓരോക്കെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ എന്താ പറയുക പരിചയപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെ അതിനൊക്കെ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ 35 ആൾക്കാരുണ്ട്. അതെല്ലാവരും യൂട്യൂബേഴ്സ് തന്നെ, ഓരോരോ ചാനലുകാരാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എന്താ പറയുക കാറൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൂതപ്പുഴ എൻ്റെ കരയിലുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ. അതായത് ദൂതപ്പുഴയിൽ പിന്നെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത കുറച്ച് വിശേഷങ്ങളാണ്. നമ്മൾ പകലകം റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പകലകം റിസോർട്ടാണ് നമ്മൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരു പുഴൻ്റെ കരയിലാണ് റിസോർട്ട് വരുന്നത് കേട്ടോ. പകലകം എന്ന് പറഞ്ഞ റിസോർട്ട് ഒരു പുഴൻ്റെ കരയിലാണ് വരുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് പുഴയാണെങ്കിലും ഒരു ഭാഗത്ത് മലയാണെങ്കിലും ഒരു ഭാഗത്ത് വയലാണെങ്കിലും അങ്ങനെ എന്താ പറയുക ചുറ്റും മലൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആയിട്ട് വരുന്നൊരു റിസോർട്ട് തന്നെയാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല. റൂമും കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച 2 വ്യക്തികളാണ് കേട്ടോ. ഇവർ 3 ആളും യൂട്യൂബേഴ്സാണ്. ഒരാൾ നല്ല മാപ്പിളപ്പാട്ട് ഗായകനാണ്. മറ്റൊരു 2 ആളെയും പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളും കണ്ട് പരിചയമുള്ളതാണ്. പിന്നെ 3ാമത് ഒരാളെന്ന് വെച്ചാൽ അതും യൂട്യൂബർ തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 30 യൂട്യൂബേഴ്സിൻ്റെ ഒരു സംഘമാണ് നടക്കാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മളും വന്നത്. അപ്പം നമ്മളെ റൂം കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ റൂമിലേക്ക് പോവാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, നല്ല ഈ ഒരു പുഴൻ്റെ കരയിലൊക്കെ ആയി തന്നെ ഇവിടെ ഇവൻ്റ് പരിപാടി കാര്യങ്ങളൊക്കെ നടത്താനുള്ള നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ റൂമാണ് കേട്ടോ അത്. റൂം ഒരു രക്ഷയില്ല, അടിപൊളി റൂം തന്നെയാണ് കേട്ടോ. നമ്മൾ മലയാളികൾ എവിടെ പോയാലും നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബാത്റൂം അടിപൊളിയാണോ റൂം അടിപൊളിയാണോ. സെക്കൻഡ് നമ്മൾ നോക്കുക റൂം അടിപൊളിയാണോ എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ റൂം അന്വേഷിച്ച് നമ്മൾ തമിഴ്നാട് ഭാഗത്തൊക്കെ പോയാൽ തന്നെ പോലെ ആദ്യം തന്നെ നമ്മളെ ബാത്റൂമാണ് കൊണ്ടുവച്ച് കാണിച്ചു തരിക. കാരണം നമുക്ക് ആദ്യം അറിയേണ്ടത് ബാത്റൂമിൻ്റെ കാര്യമായിരിക്കും. അപ്പോൾ ബാത്റൂമൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ബാത്റൂം തന്നെയാണ്. അതുകൊണ്ട് റൂമിൻ്റെ കാര്യം ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റൂമാണ് കേട്ടോ. നമ്മൾ 4 പേരാണ് ഈ റൂമിലുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും മക്കളായിട്ടും ഒക്കെ ഇവിടെ വന്ന് അടിച്ച് കുളിക്കാൻ പറ്റിയൊരു എന്താ പറയുക ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ വെക്കേഷനിൽ നിങ്ങളൊന്നും എവിടെയും മക്കളെയും ഒക്കെ കൊണ്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരും കേട്ടോ. അത്രയും സൂപ്പറാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ബാത്റൂം വരുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ബാത്തൂസ്. ഇടക്കിടക്ക് പാത്തുവിൻ്റെ വിറ്റ് കേട്ട് ഇങ്ങനെ ചിരിക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ റൂമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. ഫുള്ളായിട്ടൊരു വീഡിയോയിൽ നമുക്കിത് ഉൾപ്പെടുത്താൻ കഴിയൂല. അപ്പോൾ നല്ല സെറ്റപ്പ് ലൈറ്റും കാര്യങ്ങളാണെങ്കിലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പകലകം റിസോർട്ടിൽ എത്തിപ്പെട്ടാൽ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇവിടെ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ആവുന്നേ ഉള്ളൂ. പുതിയ റിസോർട്ടാണെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ റെഡിയാണ്. ഇനി മക്കളെയും കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ മക്കൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ പാർക്ക് സൗകര്യങ്ങൾ അതും ഉണ്ട് കേട്ടോ. ഇനി വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പുഴയിലാണ് കുളിക്കേണ്ടതെങ്കിൽ പുഴയെന്ന് കുളിക്കുക. ദൂതപ്പുഴൻ്റെ കരയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാ ഈ കാണുന്ന ഇത്രയും ഭംഗിയുള്ളൊരു പുഴൻ്റെ കരയിലാണ് കേട്ടോ ഈ റിസോർട്ട് വരുന്നത്. ഇതാണ് നമ്മളെ ദൂതപ്പുഴ എന്ന് പറയുന്ന പുഴ കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ പുഴയിലേക്ക് പോകാൻ വഴിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് പൂളിൽ നിന്നാണ് കുളിക്കേണ്ടതെങ്കിൽ അവിടെ നിന്നും കുളിക്കുക. അങ്ങനെ ഫുൾ സെറ്റപ്പ് തന്നെ ഉള്ളൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ കുട്ടികളിൽ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നമ്മൾ അധികം റിസോർട്ടിലും പോയാൽ കുട്ടികൾക്കുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വന്നാൽ കുട്ടികൾക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കുട്ടികളെയും കൊണ്ട് പാർക്കിൽ പോയ പോലെയുള്ള ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കൂടെയുള്ള മക്കളൊക്കെ അവിടെ വരെയും തന്നെ പോയത് ഈ പൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താ പറയുക ഓല കുളിക്കുകയും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് ഓൽക്കിൻ്റെ എവിടെ പോയാലും വെള്ളം കണ്ടാൽ അങ്ങനെയാണല്ലോ മക്കൾക്ക്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോസൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും നിന്ന് ഫോട്ടോസ് എടുക്കാനും. പിന്നെ അതുകൊണ്ട് ഞാൻ ചെന്ന് കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു തെങ്ങ് നമ്മളെ കയ്യിലില്ല. ഒരു യെല്ലോ ഗോൾഡ് കളറിലാണ് വരുന്നത് അതിൻ്റെ തേങ്ങ കളറ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തില്ല കേട്ടോ. റെഡും പിന്നെ അതുപോലെ തന്നെ ഗ്രീനും ഒക്കെ നമ്മൾ കണ്ടിട്ടെങ്കിലും ഈ ഒരു കളറിലുള്ള നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടം പോലെ നമുക്ക് കഥ പറഞ്ഞിങ്ങനെ നടന്ന് പോകാൻ പറ്റിയ ഫ്രണ്ട്സിന് പറ്റിയ ഒരുപാട് ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ഏരിയ ഒന്നല്ല, ഒരുപാട് ഏരിയ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരുപാട് സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ. പല ഭാഗത്തായിട്ട് ഇവൻറ്റിൻ്റെ പരിപാടികളാണെങ്കിലും ഞങ്ങൾ പോരുന്നന്ന് തിരിച്ചു പോരുന്നന്ന് ഇവിടെ ഒരു ഇവൻറ്റ് പരിപാടിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബർത്ത്ഡേ പരിപാടികൾ കഴിക്കുക ഒക്കെ എല്ലാം അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ. പിന്നെ അതുകൊണ്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിക്കാനുള്ള നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ സെറ്റപ്പുകൾ അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക പച്ചപ്പ് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അത് അത്തിമരമൊക്കെ ഉണ്ട്, അതിലൊക്കെ കായും ഒക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ആയാലും ഇവിടെ ഇങ്ങനെ സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റിയൊരു നല്ല വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ, ഇതൊക്കെ രാത്രിയൊക്കെ കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓരോ യൂട്യൂബർമാരും ഓരോ ഭാഗത്തൂടെ വീഡിയോസ് എടുത്ത് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 10-30 ആൾ. ഓരോരുത്തരെയും കാണുമ്പോൾ നിങ്ങളെ പോലെ ചാനലൊക്കെ കാണുന്നവരായിരിക്കും, അറിയുന്നവരായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോസിലൂടെ ആണല്ലോ, നിങ്ങളാണെങ്കിലും ഇപ്പോൾ എന്നെ കാണുന്നതും അപ്പോൾ നേരിട്ട് കാണുന്നതും ഒക്കെ അല്ലേ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്.